ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പെൻഷൻ വാങ്ങുന്നവർ അവരുടെ പെൻഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് വർഷം തോറും ഒരു ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ കൂടുതലും പ്രായമായവരും അവരിൽ ചിലർ കിടപ്പ് രോഗികളുമായിരിക്കാം. അവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ ബാങ്കുകളിലോ പോയി ക്യൂ നിൽക്കാതെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് നമ്മുടെ മൊബൈലിലൂടെ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലൈഫ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈലിൽ 2 ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള പേജിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇവിടെ നമ്മുടെ മൊബൈലിന് വേണ്ട മെമ്മറി കപ്പാസിറ്റിയെക്കുറിച്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മൊബൈലിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുക. നമ്മുടെ ഫോൺ ആൻഡ്രോയിഡ് 8 വെർഷൻ ആയിരിക്കണം, 4 GB റാം ഉണ്ടായിരിക്കണം, 500 MB എങ്കിലും മെമ്മറി കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. വീണ്ടും താഴോട്ട് വരുമ്പോൾ നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് താഴെ നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ ക്യാപ്ച കോഡും കൂടെ ടൈപ്പ് ചെയ്ത് ഐ അഗ്രി ടു ഡൗൺലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു OTP എൻ്റർ ആവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID ഓപ്പൺ ചെയ്യുക. ഇമെയിൽ IDയിൽ ഒരു മെയിൽ വന്നിട്ടുണ്ടാകും, OTP വന്നിരിക്കുന്നതിൻ്റെ. ആ OTP ഓപ്പൺ ചെയ്ത് അതിൽ 6 അക്ക നമ്പർ കാണാവുന്നതാണ്. ആ നമ്പർ വീണ്ടും നമ്മുടെ വെബ്സൈറ്റിൽ OTP എന്ന് കാണിക്കുന്നിടത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP കറക്റ്റായിട്ട് എൻ്റർ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും വീണ്ടും നമ്മളുടെ മെയിലിലേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടുന്ന സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് വരുന്നതാണ്. വീണ്ടും നമ്മുടെ ഇമെയിൽ ID ഓപ്പൺ ചെയ്യുക. വന്നിരിക്കുന്ന ലിങ്കിൽ 2 ലിങ്കാണ് വന്നിരിക്കുന്നത്. അതിലൊന്ന് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ ഫിംഗർ പ്രിൻ്റാണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ മൊബൈലിലൂടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാതെ ഫേസ് മാസ്ക് വഴി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ആപ്ലിക്കേഷനാണ് താഴെ തന്നിരിക്കുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് എത്തുന്നതാണ്. ആ പ്ലേ സ്റ്റോറിൽ നിന്ന് ആധാർ ഫേസ് റെഡ് എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ മെയിൽ IDയിൽ വന്നിരിക്കുന്ന ജീവൻ പ്രമാൺ ഇൻസ്റ്റാളർ എന്ന ആപ്പ് കാണിക്കുന്നതാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ആപ്ലിക്കേഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് ആരാണ് ചെയ്ത് കൊടുക്കുന്നത് അവരുടെ ഡീറ്റെയിൽ ആദ്യം എൻ്റർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് അവരുടെ ആധാർ നമ്പർ ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വരുന്ന ബോക്സിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ നമ്പറിലേക്കാണ് OTP വരുന്നത്. അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൂടെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങൾക്ക് ഇമെയിൽ ID ഉണ്ടെങ്കിൽ ഇമെയിൽ IDയും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP താഴെ കാണിക്കുന്ന ബോക്സിൽ എൻ്റർ OTP എന്ന ഭാഗത്ത് നിങ്ങളുടെ ഫോണിൽ വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ബോക്സിൽ നിങ്ങളുടെ ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്ന പേര് അവിടെ എൻ്റർ ചെയ്യുക. ആധാർ കാർഡിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിക്ലറേഷൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ബോക്സ് കാണുന്നതാണ്. അത് ക്ലിക്ക് ചെയ്താൽ അതിൽ ടിക്ക് മാർക്ക് ആവുന്നതാണ്. അപ്പോൾ അതിലൊരു ടിക്ക് മാർക്ക് കൊടുക്കുക. തൊട്ട് താഴെ സ്കാൻ എന്നൊരു ഓപ്ഷൻ കാണാം ഗ്രീൻ കളറിൽ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫേസ് സ്കാൻ ചെയ്യണമെന്ന് ചോദിക്കുന്നതാണ്. അതിൽ യെസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പണായി വരുന്നതാണ്. അപ്പോൾ കാണിക്കുന്ന ഓപ്ഷൻസൊക്കെ അലോ ചെയ്ത് കൊടുക്കുക. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടതെന്നുള്ള പിക്ചർ അവിടെ കാണിക്കുന്നതാണ്. ഷെയ്ഡൊന്നും വരാതെ കറക്റ്റായിട്ട് ഫോട്ടോ എടുക്കേണ്ടതാണ്. നടുക്ക് കാണിച്ചിരിക്കുന്ന ശരിയിട്ട് കാണിച്ചിരിക്കുന്ന പോലെ ഫോട്ടോ എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ലൈറ്റ് സെറ്റിങ്സ് എല്ലാം കറക്റ്റായിട്ട് വേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോ സ്കാൻ ചെയ്യുക. അത് നമ്മളിങ്ങനെ മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്കാൻ ആവുന്നതാണ്. നമ്മൾ വേറെ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ആയിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഒരു ബോക്സ് ഓപ്പണായി വരുന്നതാണ്. ഇവിടെ നമുക്ക് നമ്മളുടെ ആർക്ക് വേണ്ടിയിട്ടാണോ
ലൈഫ് സർട്ടിഫിക്കറ്റ് എടുക്കുന്ന അവരുടെ ഡീറ്റെയിലാണ് കൊടുക്കേണ്ടത്. ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ അവരുടെ ആധാർ കാർഡ് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ലൈഫ് സർട്ടിഫിക്കറ്റ് വേണ്ട ആളുടെ ആധാർ കാർഡ് നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ അവരുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ കൂടെ എൻ്റർ ചെയ്തതിന് ശേഷം താഴെ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP നമ്മൾ വീണ്ടും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈലിലേക്ക് വന്നിരിക്കുന്ന OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ OTP എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ കൊടുത്തയാളുടെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നതാണ്. മുമ്പ് ലൈഫ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ളത് കൊണ്ട് അവരുടെ ഡീറ്റെയിൽസ് കാണിക്കുന്നു. PPR നമ്പർ, പേര്, സർവീസ് ടൈപ്പ്, ബാങ്ക് ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പർ ഇതൊക്കെ കാണിക്കുന്നതാണ്. ഇതിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ കാണിച്ചിരിക്കുന്ന ഓരോ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അതെല്ലാം കറക്റ്റാണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക. അക്കൗണ്ട് നമ്പറുകൾ ചെക്ക് ചെയ്യുക. അവിടെ കാണിച്ചിരിക്കുന്ന PPR നമ്പർ ചെക്ക് ചെയ്യുക. ബാങ്ക് ഡീറ്റെയിൽ കൊടുത്തിരിക്കുന്നത് ഏത് ബാങ്കാണെന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം താഴെ നിങ്ങൾ സർവീസിൽ റീജോയിൻ ചെയ്തതാണോ റീമാരേജ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഓപ്ഷൻ താഴെ കാണിക്കുന്നതാണ്. അതിൽ യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം താഴെ 2 ഡിക്ലറേഷൻ കാണിക്കുന്നതാണ്. അത് രണ്ടും ടിക്ക് മാർക്ക് കൊടുക്കുക. അതിന് ശേഷം നോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഓപ്ഷൻ ചോദിക്കുന്നതാണ് നിങ്ങൾ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നിങ്ങൾ മുമ്പ് ലൈഫ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുള്ളതുകൊണ്ട് യെസ് കൊടുക്കുക. അതിനുശേഷം വരുന്ന ഈ ബോക്സിൽ അവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം സ്കാൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത വരുന്ന ബോക്സിൽ യെസ് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഫോട്ടോ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. സ്കാൻ ചെയ്യുമ്പോൾ ലൈറ്റ് എല്ലാം കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഷെയ്ഡൊന്നും വരാതെ കറക്റ്റായിട്ട് സ്കാൻ ചെയ്യുക. അപ്പോൾ സക്സസ് ആണെങ്കിൽ താഴെ സക്സസ്ഫുൾ പ്രോസസ്സിംഗ് എന്ന് കാണിക്കുന്നതാണ്. ഇവിടെ പ്രോസസ്സിംഗ് പ്ലീസ് വെയിറ്റ് ഇങ്ങനൊരു മെസ്സേജ് കാണിക്കുന്നതാണ്. ഇതായി കഴിയുമ്പോൾ പുതിയൊരു ബോക്സ് വരുന്നതാണ്. താങ്ക് യു ഫോർ സബ്മിറ്റിംഗ് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന് കാണിക്കുന്നതാണ്. അവിടെ നമ്മുടെ ID നമ്പറും PPR നമ്പറും ഒക്കെ കാണിക്കുന്നതാണ്. അതേസമയം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നയാളുടെ ഫോണിലേക്കും ഈ നമ്പറുകളൊക്കെ മെസ്സേജായിട്ട് വന്നിട്ടുണ്ടാവും. ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ Google Chrome ഓപ്പൺ ചെയ്യുക. അവിടെ നമുക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ ചെയ്യുമ്പോൾ വരുന്ന ബോക്സിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ലൈഫ് സർട്ടിഫിക്കറ്റ് ഫോർ പെൻഷനേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സൈറ്റ് ഓപ്പണായി വരുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴോട്ട് വരുമ്പോൾ നമ്മളുടെ ഫോണിലേക്ക് വന്നിരിക്കുന്ന ID നമ്പർ, ഈവൻ പ്രമാൺ ID നമ്പർ എന്നുള്ളത് ആ പ്രമാൺ ID നമ്പർ താഴെ കാണിച്ചിരിക്കുന്ന ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴത്തെ ബോക്സിൽ അവിടെ കാണിച്ചിരിക്കുന്ന ക്യാപ്ച കോഡും അതേപോലെ തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ ജനറേറ്റ് OTP എന്ന് കാണിക്കുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴും ഫോണിലേക്കൊരു മെസ്സേജ് വരുന്നതാണ്, OTP നമ്പർ വരുന്നതാണ്. ആ OTP നമ്പർ താഴെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ OTP എന്ന ഭാഗത്ത് നമ്മുടെ ഫോണിൽ വന്നിരിക്കുന്ന OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെ ടു ഡൗൺലോഡ് ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന് കാണിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് അവിടെ ഓപ്പണായി വരുന്നതാണ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയോ പ്രിൻ്റ് എടുക്കുകയോ ചെയ്യാവുന്നതാണ്. എപ്പോഴും ഇതിൻ്റെ ഒരു പ്രിൻ്റഡ് കോപ്പി കൈവശം വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ അടുത്തുള്ളവർക്കോ അക്ഷയ സെൻറ്ററുകളിൽ പോകാൻ കഴിയാതെ കിടക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടുന്ന അവസാന തീയതി നവംബർ 30 ആണ്.